ഇവിടെ നിങ്ങൾക്ക് മാത്രമല്ല ദേഷ്യമുള്ളത്, മനസ്സിലാക്കണത്. ബിഗ് ബോസിന്റെ ലൈവില് ജാൻമണിയും പൂജയും പൊരിഞ്ഞ വഴക്കാണിപ്പോൾ. പൂജയെ ജാൻമണി ലൈഫ് ടൈം ബ്ലോക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അത് എപ്പോഴാണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. അവർ തമ്മിൽ ഇങ്ങനെ വാക്കുതർക്കം ഉണ്ടാകുന്നതിന്റെ ഇടയിൽ ഞാൻ മനസ്സിലാക്കിയതാണ് പൂജയെ ലൈഫ് ടൈമായി ജാൻമണി ബ്ലോക്ക് ചെയ്യും എന്ന് ജാൻമണി പറഞ്ഞു. അതിന്റെ പേരിലാണ് പൂജ അങ്ങോട്ട് കുറെ കാര്യങ്ങൾ ജാൻമണിയുടെ അടുത്ത് തർക്കിക്കുന്നത്. ഞാൻ അത്രയ്ക്ക് മോശമായ ആളാണ്, എന്നെ ബ്ലോക്ക് ചെയ്തോളൂ, ഞാനായിട്ടുള്ള കമ്പനി ഇട്ടുതരാം, എന്നോട് ഇനി സംസാരിക്കുക പോലും വേണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ പൂജ പറയുന്നുണ്ട്. ജാൻമണി ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ജാൻമണി എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ ജാൻമണീനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ജാൻമണി നേരെ മറ്റേ ശാപവാക്കുകളൊക്കെ എടുത്ത് എറിയാറാണ് പതിവ്. ഇതിപ്പോൾ ജാൻമണി ഒന്നും പറഞ്ഞില്ല. ജാൻമണിയുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടായിരിക്കാം ജാൻമണി അവിടെ മിണ്ടാതിരിക്കുന്നത്. ഇത് കേട്ട് നിൽക്കുന്ന ഋഷിയും അഭിഷേകും പറയുന്നുണ്ട്, നിങ്ങൾ പുറത്തുനിന്ന് വന്ന ഗസ്റ്റ് അല്ലേ, നിങ്ങൾ ഞങ്ങളെ ഹാപ്പി ആക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇങ്ങോട്ട് കയറ്റി വിട്ടത്, നിങ്ങൾ ഇതിൻ്റെ അകത്ത് കിടന്ന് അടിയുണ്ടാക്കിയാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? അതല്ലേലും ശരിയാണ്, അകത്തുള്ള ഗെയിമേഴ്സ് അല്ല, ഇത് അവിടെ ഗസ്റ്റായിട്ട് വന്നവർ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾ തമ്മിൽ ഇപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ജാൻമണി അവിടെ കയറി കഴിഞ്ഞിട്ട് കുറേ ആൾക്കാരായിട്ട് ഇതിനോടകം തന്നെ വഴക്കുണ്ടാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഋഷിയായിട്ടൊക്കെ പ്രശ്നം ഉണ്ടായി നമ്മൾ കണ്ടതല്ലേ. ഇപ്പോൾ ഇതാ പൂജയായിട്ട് അടുത്ത പ്രശ്നം. എന്തായാലും ലൈവിൽ ഇപ്പോഴും വാക്കുതർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താകുമെന്ന് കണ്ടറിയാം. ബിഗ് ബോസിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.